എൻ്റെ ആധാറിന് അപേക്ഷ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു, ഇതുവരെ ആധാർ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു അപേക്ഷയും കൊടുക്കാതെ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം, അതായത് പൗരത്വം. ആ പൗരത്വത്തിന് കീഴിൽ ഞാൻ ഒന്നിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പൗരത്വത്തിനും അപേക്ഷ സമർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള, അതായത് അവർ പറയുന്നത് അവിടെ മതപരമായ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ, അവർ ഇന്ത്യയിൽ 2014 മുന്നേ ഇവിടെ താമസിക്കുന്ന അവർക്ക് പൗരത്വം നൽകാനുള്ള ഒരു ബില്ലാണ് പുതിയതായിട്ട് നമ്മൾ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്ന CAA. സാധാരണ നിലയ്ക്ക് നമ്മളിത് കേൾക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണെന്ന് കരുതും. സ്വാഭാവികമാണ്, അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ ഒരു താങ്ങായി മാറുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിൽ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കാണാൻ കഴിയും. കാരണം ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുന്നത് പാകിസ്ഥാനിൽ മാത്രമല്ല. ഇപ്പോൾ മ്യാൻമറിൽ ഈ അടുത്ത കാലത്തായിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു ബംഗ്ലാദേശിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ പലായനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. നേപ്പാൾ, ഭൂട്ടാൻ, നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ തമിഴ് ന്യൂനപക്ഷം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വംശീയ കൂട്ടക്കൊലയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടങ്ങളില്ലാത്ത ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വിവേചന നയം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. കാരണം ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സവർക്കർ, VD സവർക്കറുടെ ഒരു പുസ്തകം 1923 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം, ഹൂ ഇസ് ഹിന്ദു, ഹിന്ദുത്വ എന്നുള്ള പുസ്തകം ഓർമ്മ വരും. അത് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം അത് സംബന്ധിച്ച് ഒരു വീഡിയോ ഒക്കെ തന്നെ തയ്യാറാക്കാൻ താല്പര്യമുണ്ട്. അത് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പറയാം. ഇപ്പോൾ നമ്മൾ പൗരത്വത്തെ കുറിച്ച് പറയുമ്പോൾ പൗരത്വത്തെ സംബന്ധിച്ച് ഭരണഘടനയുടെ 2ാം ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളൊക്കെ തന്നെ പൗരത്വത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലെവിടെയും തന്നെ മതം ഒരു അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. 2ാമത്തെ പ്രശ്നം എന്നുള്ളത് ആർട്ടിക്കിൾ 15 പറയുന്നത് ഭാരതം അതിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് യാതൊരാൾക്കും മതം, ദേശം, ഭാഷ, ലിംഗം എന്നിവയുടെ പേരിലോ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേരിലോ വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. ഇതൊരു തമാശക്കളിയല്ല. കാരണം ഏറ്റവും വലിയ ശിക്ഷ ഏതാണ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വധശിക്ഷയാണ്. പക്ഷെ ഇത് വധശിക്ഷയേക്കാൾ ഗൗരവമായിട്ടുള്ള ഒന്നാണ് നമുക്ക് പൗരത്വമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ മരണതുല്യമായിട്ട് ജീവിക്കുകയാണ്. മരിച്ചാലും മരണാനന്തരവും നമ്മളെ ഈ പൗരത്വം പ്രശ്നം രേഖ പിടികൂടും. കാരണം ഇത് ശവം മറവ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹം ആരാണ് എന്താണെന്നുള്ളതിന് നമുക്ക് മറുപടി പറയേണ്ടി വരും. ഇതിൻ്റെ മാത്രമല്ല, നമുക്ക് അറിയാം കാശ്മീർ പ്രശ്നത്തിൽ 2019 ഓഗസ്റ്റ് 5 ഒരു നിയമം ഉണ്ടാക്കി. അതോടെ കാശ്മീർ എന്ന സംസ്ഥാനം തന്നെ ഇല്ലാണ്ടായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തോന്നും കാശ്മീരിൽ എന്തിനാണ് പ്രത്യേക നിയമം എന്ന്. കാരണം മറ്റെല്ലാ സംസ്ഥാനത്തും പ്രത്യേക നിയമമില്ല. കാരണം ഇന്ത്യ എന്നുള്ള വലിയൊരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് മാത്രം പ്രത്യേക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിശയപ്പെട്ടു പോകും. അത് പാടില്ലല്ലോ. അവിടെ ഒരാൾക്ക് ഭൂമി വാങ്ങിക്കാൻ പാടില്ല, അവിടെ നിന്ന് വിവാഹം കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് പാടില്ലല്ലോ എന്ന് നമ്മൾ ആദ്യ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് പൂർണ്ണമായിട്ടും അതിലേക്ക് സൂക്ഷ്മാംശത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അതിൻ്റെ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ, ഇന്ത്യ എന്ന 2 രാജ്യങ്ങൾ എവിടെയും ചേരാതെ ജമ്മു കാശ്മീർ നിലകൊണ്ടിരുന്നു. ഹരിസിംഗ് എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് പലപ്പോഴും അവിടെ ഷെയ്ഖ് അബ്ദുള്ള എന്നുള്ള നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ, അവിടെയുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ചേരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റു സമുദായങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ ചേരുന്നതിന് അനുകൂലമായിട്ടും ഇന്ത്യയിൽ ചേരുന്ന എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു. പ്രശ്നം എന്താ വെച്ചാൽ അവിടുത്തെ ചില പാകിസ്ഥാനിലുള്ള ഗോത്ര വിഭാഗങ്ങളിൽ കാശ്മീരിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാശ്മീർ രാജാവും ഇന്ത്യയുമായി ചേർന്ന് വെച്ചൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിന് പ്രത്യേക പദവിയെല്ലാം അനുവദിച്ചത്. അപ്പോൾ കാശ്മീരിന് പ്രത്യേക പദവി അന്ന് അനുവദിച്ചു. ഇനിയും അത് തുടരണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു സ്റ്റേറ്റ്സ് ഉണ്ട്. യൂണിയന് കീഴിലുള്ള സ്റ്റേറ്റ്സുകൾക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ കാശ്മീരിൻ്റെ 370-ാം വകുപ്പിന് പുറമെ 371-ാം വകുപ്പ് 1 നാഗാലാൻഡിന് പ്രത്യേക പ്രൊവിഷൻസ് അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ്. പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ 1984 അല്ലെങ്കിൽ 85 ആ ടൈമിൽ ഭരണഘടനയുടെ ഒരു
ഒരു മലയാളം പതിപ്പ് വാങ്ങിയിരുന്നു. ആ മലയാളം പതിപ്പ് വാങ്ങിക്കുന്ന സമയത്ത് 371 ABCDEF വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതല്ല, ABCDEFGFHIJ വരെ പുതിയ നിയമങ്ങൾ, പുതിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ആദ്യം കേട്ടിരുന്ന് കാശ്മീരിന് മാത്രമായിട്ട് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ കുറച്ച് കടുത്തമായ രീതിയിൽ. കാരണം നാഗാലാൻഡിൽ ഇന്ത്യയിലെ സിവിൽ നിയമം മാത്രമല്ല, ക്രിമിനൽ നിയമം പോലും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് നടപ്പാക്കാൻ പാടുള്ളൂ. അതും അവരുടെ അനുവാദത്തോടു കൂടി. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അവിടെ നമുക്കാർക്കും അവിടെ സർക്കാർ ജോലി കിട്ടില്ല, സംവരണം കിട്ടില്ല. അത്തരം ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവികൾ ഉണ്ടെന്ന കാര്യം നമ്മൾ പിന്നീടാണ് പരിശോധിക്കുമ്പോൾ അറിയുന്നത്. അപ്പോൾ ഈ കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഏകതാ രൂപം നഷ്ടപ്പെടും എന്നുള്ള ധാരണ വളരെ തെറ്റാണ്. എന്ന് മാത്രമല്ല, ഈ കോമൺ സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇതാണ്. കോമൺ ആയിട്ട് വരുന്ന സിവിൽ കോഡ് ആരുടേതാണെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള സമത്വ ആശയങ്ങളോ അല്ലെങ്കിൽ മാനുഷിക പരിഗണനകളോ അല്ല. ഇത് എന്നുള്ളത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഉന്നം വെച്ചുള്ള നിയമങ്ങളാണ്. അത് ഇസ്ലാം മതമാണ്. ഇന്ന് ഇസ്ലാം മതം എന്നുള്ളത് നാളെ ക്രിസ്ത്യൻ മതമായി മാറും. അതും കഴിഞ്ഞാൽ അത് നിങ്ങളെ തേടി വരും.